അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരൊറ്റമൂലി പരിഹാരം എന്ന് പറയുന്നത് സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവ് ഭാര്യയോടും ഏറ്റവും അധികം ഉള്ളു നിറഞ്ഞ സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും ആ സ്നേഹത്തിന് അതിജീവിക്കാൻ പറ്റും. സ്നേഹിക്കുന്നൊരു ഭാര്യയെ നമ്മൾ അടിക്കൂ? സ്നേഹിക്കുന്നൊരു ഭാര്യയെ നമുക്ക് കാണാതിരിക്കാൻ പറ്റൂ? സ്നേഹിക്കുന്നൊരു ഭർത്താവിൻ്റെ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കില്ലേ? അയാളെ നമ്മൾ കാത്തിരിക്കില്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടത് അയാൾക്ക് കൊടുക്കില്ലേ? നമ്മൾ സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവുക അതെല്ലാം പരിഹരിക്കാൻ സ്നേഹത്തിന് പറ്റും. അപ്പോൾ ദമ്പതികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുവാനുള്ള പരിശ്രമങ്ങളായിരിക്കണം ഭാര്യ എപ്പോഴും നടത്തണം. ഭാര്യയുടെ സ്നേഹം കിട്ടാനുള്ള പരിശ്രമങ്ങളായിരിക്കണം ഭർത്താവ് എപ്പോഴും നടത്തുന്നത്. നമ്മളെ പ്രഗത്ഭ പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് സ്വാലിഹ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, വല്ലതി യംബഗി ബൈന സൗജൈനി അൻ യഫ്അല കുല്ലു മിൻഹുമാ മാ യജ്ലിബു മവദ്ദത്തൽ ആഖർ. മറ്റവൻ്റെ, അതായത് ഭാര്യ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ സ്നേഹം കിട്ടുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് രണ്ട് ഇണകളും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്നാണ്. അങ്ങനെ ആകുമ്പോൾ ഈ തബക്ക അൽ ഇഷ്റത്തു ത്വയ്യിബ, എന്തു ചെയ്യും, അവർ തമ്മിലുള്ള ആ ഒരു സഹവാസം ഏറ്റവും നന്നായി തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഭാര്യയും ഭാര്യയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഭർത്താവും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തണം. അപ്പോൾ നമുക്ക് കുറച്ചു നേരം ജീവിക്കുമ്പോൾ രണ്ട് പേരുടെയും ആവശ്യങ്ങളെയും താല്പര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ലേ? അപ്പോൾ അത് മനസ്സിലാക്കിയാൽ അതിന് അവസരം ഉണ്ടാക്കുക. ഇപ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ഊഷ്മളമായി സ്വീകരിക്കലാണോ അയാൾക്ക് സന്തോഷം ഉണ്ടാക്കുക? അതിന് അവസരം ഉണ്ടാക്കണം. എന്തെങ്കിലുമൊക്കെ ശമ്പളം കിട്ടുമ്പോൾ ഒരു പോക്കറ്റ് മണി കൊടുക്കലാണോ ഭാര്യയ്ക്ക് ഇഷ്ടം? അത് കൊടുക്കണം നമ്മൾ. എപ്പോഴും കുറച്ച് സമയം സ്നേഹത്തോടൊന്ന് പുറത്തു പോകലാണോ അവർക്കിഷ്ടം? ഒന്ന് പുറത്തു പോകാൻ നമ്മൾ സമയം ഉണ്ടാക്കണം. ഭാര്യയുടെ മാതാപിതാക്കളോട് നമ്മൾ നല്ലൊരു സഹവാസം ഉണ്ടാവലാണോ ഭാര്യയ്ക്ക് ഇഷ്ടം ഉണ്ടാവുന്നതല്ല, അങ്ങനെ ചെയ്യണം. എന്താണോ നമ്മൾ പരസ്പരം ഇഷ്ടം ഉണ്ടാവാൻ ചെയ്യുക, ഓരോ ദിവസവും എന്തെങ്കിലും നമ്മുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കാനും കൂടുതൽ സ്നേഹം ഉണ്ടാക്കാനും പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളിൽ ഈ ഭൂമിയിൽ അവർക്ക് ഏറ്റവും ആസ്വാദകരമായത് ദാമ്പത്യം തന്നെ ആയിരിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ബോധപൂർവമായിക്കൊണ്ട് സ്നേഹമുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം. അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ കൂടുതൽ മധുരകരവും സന്തോഷകരവുമാക്കും.